റോസിനിലേക്കാണ്. റോസിൻ, വളരെ ആശ്വാസകരമായ ഒരു പ്രഖ്യാപനം എന്ന് പൊതുവിൽ സ്വീകരിക്കപ്പെടുകയാണ്. അത്ര വലിയ സമരമാണ് ലൈനുമായി ബന്ധപ്പെട്ട്, സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. എത്രത്തോളം നിങ്ങൾക്ക് ആശ്വാസകരമാകുന്നുണ്ട്? തീർച്ചയായും ഇത് മാടപ്പള്ളിക്കാരുടെ വിജയമാണ്. 400ഓളം ഭവനങ്ങളാണ് ഈ മാടപ്പള്ളിയിൽ നിന്ന് തന്നെ തുടച്ച് മാറ്റപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ UDF അധികാരത്തിൽ വന്നാൽ കേരയിൽ വിജ്ഞാപനം പിൻവലിച്ച് ഉത്തരവിറക്കുമെന്ന് VDC സതീശൻ സാറ് അന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു. ഞങ്ങൾ ഇന്നലെ സാറിനെ കാണാൻ പോവുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അത് അടുത്ത അത് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര വളരെ വേഗത്തിൽ, ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അതിവേഗ ട്രെയിനേക്കാളും അതിവേഗത്തിലാണ് സാർ ഒരു തീരുമാനമെടുത്തത്. UDF സർക്കാരിന് ഞങ്ങൾ കടപ്പാടായിരിക്കുന്നു. ഈ വൻ വിജയം VD സതീശൻ സാർ നയിച്ച ആ ഒരു പുതുയുഗ യാത്ര ഞങ്ങൾക്ക് ഇന്നൊരു പുതു പിറവിയായി മാറിയിരിക്കുകയാണ്. ഈ കേരയിൽ വിജ്ഞാപനം പിൻവലിച്ചതുകൂടി ഈ മാടപ്പള്ളിക്കാരുടെ മാത്രമല്ല, കേരള ജനത, മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടുത്തെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു വലിയ ദിവസമാണ്. ഞങ്ങൾ ഇന്ന് പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ഞങ്ങൾ ഇപ്പോഴിത് ആഘോഷിച്ചു. എന്നാൽ ഈ ആഘോഷം മാത്രം, അതിനേക്കാൾ വലിയൊരു ആഘോഷം ഈ സമരപ്പന്തൽ പൊളിക്കണം. അത് VD സതീശൻ സാർ ഇവിടെ എത്താമെന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അന്ന് എന്റെ സഹോദരൻ നേരിട്ടെത്തും എന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? മാടപ്പള്ളിയിലെ സമരപ്പന്തൽ പൊളിക്കാൻ നേരിട്ട് മുഖ്യമന്ത്രി എത്തും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടോ? മാടപ്പള്ളിയിലെ പോലീസ് നടപടിയൊക്കെ വലിയ കേരള മനസാക്ഷിയാകെ പിടിച്ചുലച്ച സംഭവമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. തീർച്ചയായും ഞങ്ങളോട് ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ സാറ് എത്താമെന്നാണ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സാറിൻ്റെ സമയമനുസരിച്ച് സാർ ഇവിടെ എത്തുന്ന ദിവസം ഞങ്ങൾ അതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. ഇതൊരു വലിയ ആഘോഷമായി മാറ്റാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. മാടപ്പള്ളിക്കാരുടെ വൻ വിജയമാണ്. LDF സർക്കാരിന് കൊടുത്ത കനത്ത അടി ആണ് ഈ വിജ്ഞാപനവും VD സതീശൻ സാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനം. അല്ല, ഒരു കാര്യം കൂടി ചോദിച്ചാൽ, വളരെ വേഗത്തിൽ, ഇപ്പോൾ ട്രെയിനേക്കാൾ വേഗത്തിൽ ഈ തീരുമാനം ഉണ്ടായി മന്ത്രിസഭയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ മാടപ്പള്ളിയിലെ യഥാർത്ഥത്തിൽ ഈ പദ്ധതി വരികയായിരുന്നു, എങ്ങനെയായിരിക്കും നിങ്ങളെ ബാധിക്കുക? അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായത് കൊണ്ടാണല്ലോ വലിയ ജനകീയ രോഷവും അവിടെ ഉണ്ടായത്. അപ്പോൾ എത്രത്തോളം വലിയ ഒരു പ്രതിസന്ധിക്കാണ് ഇപ്പോൾ അയവ് വരുന്നത്? അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഇവിടെ 400ഓളം ഭവനങ്ങളാണ് ഞങ്ങൾക്ക് നഷ്ടമാകുന്നത്. തന്നെയുമല്ല, ആരാധനാലയങ്ങൾ, സ്കൂളുകളൊക്കെയും പോകുന്നുണ്ട്. അപ്പം ഒരു ഭവനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ തന്നെ 10 മടങ്ങാണ് ഓരോന്നിൻ്റെയും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ഭവനം പണിയുക എന്നത് നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ആലോചിക്കാൻ പോലും വയ്യ. അതേ രീതിയിൽ 400ഓളം വീടുകൾ നഷ്ടമാവുക എന്ന് പറയുന്നത് 400 × 3 അത്രയും കുടുംബങ്ങളുടെ തകർക്കുകയാണ്, അവർ തകർന്നു പോവുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നും ഞങ്ങൾക്ക് പിണറായി സർക്കാരിൻ്റെ സ്വർഗ പദ്ധതി എന്നും അത് ഞങ്ങളുടെ ഇവിടുത്തെ മുൻ MLA ex-MLA പറഞ്ഞത് അവരുടെ സ്വപ്ന പദ്ധതിയാണെന്ന്. അവരുടെ സ്വർഗവും സ്വപ്നവും ഞങ്ങളുടെ സ്വപ്നവും സ്വർഗവുമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഇതുമൂലം ഉത്തരവ് പിൻവലിച്ചത് മൂലം ഞങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ ഇന്ന് ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു ദിനമാണ്. മാടപ്പള്ളിക്കാരുടെ സന്തോഷ ദിവസമാണ്. ഞങ്ങളുടെ ഒരു പുതുപിറവിയാണ് ഇത്. UDFൻ്റെ പുതുയുഗമെങ്കിൽ ഇത് ഞങ്ങളുടെ മാടപ്പള്ളിക്കാരുടെ, മലയാളികളുടെ പുതു പിറവിയാണ് ഇന്നത്തെ ദിവസം.